ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 500 ഗ്രാം പാസ്ത, ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, 3 സബോള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. പാസ്ത വേവിക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2-3 മിനിറ്റ് വെന്തതിന് ശേഷം പാസ്ത നമുക്ക് വെള്ളം ഊറാനായിട്ടൊരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്തയിൽ ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയെടുത്ത ഗ്രേവിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഗ്രേവി എല്ലാം പാസ്തയിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം അടച്ചു വെച്ചിരിക്കുന്ന അടപ്പ് തുറന്നാൽ നമ്മുടെ നല്ല രുചികരമായ പാസ്ത റെഡിയായി. ഇനി നമുക്ക് ഈ പാസ്ത ഒരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല രുചികരമായ പാസ്ത റെഡിയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാമേ. ബൈ.